ക്യൂൻസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സിമ്പിൾ ബോട്ടിൽ ഡിസൈൻ നമുക്ക് ചെയ്യാം. അതിനായിട്ട് ക്ലീൻ ചെയ്ത ബോട്ടിൽ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗ്ലാസ് പെയിൻറ്റും, പിന്നെ ഇതൊരു ഗ്ലാസ് മാർക്കറാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഞാൻ ഈ കാണുന്ന സ്പേസിൽ ഒരു ഡിസൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സൺഫ്ലവറാണ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നത് പോലെ വരച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇതുപോലെ വരച്ചെടുക്കാം. പിന്നെ അടുത്തതായി വേണ്ടത് ഇതൊരു 3D അല്ല, ഗ്ലാസ് ലൈനറാണ്. നമുക്ക് ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഒപ്പം കിട്ടുന്നതാണ്. സെപ്പറേറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. ബ്ലാക്ക് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് ഞാൻ ഇതുപോലെ ഈ വരച്ച ചിത്രത്തിൻ്റെ മുകളിൽ കൂടെ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. നന്നായി ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഈ കുപ്പിയിൽ ഇതുപോലെ ഡിസൈൻ കാണുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെയും ഞാൻ ഈ ലൈനർ വെച്ചിട്ട് ഫുള്ളായിട്ട് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളായിട്ട് വരച്ച് കൊടുക്കാം. ഇതും എന്നിട്ട് നന്നായി ഉണങ്ങണം. ഇത് ഉണങ്ങിയതിന് ശേഷമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കേണ്ടത്. ബോട്ടിൽ മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ അകത്ത് കളറ് ഫിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു യെല്ലോവും ബ്രൗണാണ് എടുത്തിരിക്കുന്നത്. അത് ഈ കാണുന്നത് പോലെ ഇതിനകത്ത് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഫിൽ ചെയ്യുമ്പോൾ എയർ ബബിൾ വരാതെ ശ്രദ്ധിക്കണം. വന്നാൽ തന്നെ അതിനൊന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ട് വീണ്ടും കളർ ഫിൽ ചെയ്യണം. അല്ലെങ്കിൽ ഉണങ്ങുമ്പോൾ അവിടെ കളർ ആവാത്ത പോലെ ഇരിക്കും. അതുപോലെ ഈ യെല്ലോവും ചെയ്ത് കൊടുക്കുക. ഇത് ഈ ഗ്ലാസ് പെയിൻറ്റ് ലിക്വിഡ് ഫോം ആയ കാരണം ഒരു ഭാഗത്ത് ചെയ്തിട്ട് അത് ഉണങ്ങിയതിന് ശേഷം മറുഭാഗത്ത് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ കളർ ഒഴുകി അപ്പുറത്തെത്തും. അപ്പോൾ ഇത് ഈ പൂവ് ഫിൽ ചെയ്ത് ഇതൊന്ന് ഡ്രൈ ആവട്ടെ. എന്നിട്ട് നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ഇന്ന കളർ വേണമെന്നില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കളറുകൾ ഫിൽ ചെയ്ത് കൊടുക്കുക. ഈ കാണുന്നത് പോലെ ഈ ഭാഗത്ത് കളർ ഫിൽ ചെയ്ത് കഴിഞ്ഞ് ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രം അപ്പുറത്തെ ഭാഗത്ത് ചെയ്യുക. അങ്ങനെ ബോട്ടിൽ മുഴുവനായിട്ട് ഈ കാണുന്നത് പോലെ ചെയ്തെടുക്കുക. നമുക്ക് ബ്രഷും വെച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യാം. ബോട്ടിൽ മുഴുവനായിട്ട് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ലൈറ്റിൻ്റെ പ്രോബ്ലമാണ്. ഇതിൻ്റെ കളർ ശരിക്കും മനസ്സിലാവാത്തത്. നല്ല ഭംഗിയാണിത്. ഇത് നമുക്ക് ബോട്ടിൽ ലാമ്പായിട്ടും യൂസ് ചെയ്യാം. ഈ ഫ്ലവർ ചെയ്തതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബോട്ടിലിൻ്റെ നെക്ക് ഭാഗത്തും ഇതുപോലെ അക്രിലിക് പെയിൻറ്റ് തന്നെയാണ് ഞാൻ ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതൊരു 3D ഗ്ലിറ്ററാണ്. ഈ കാണുന്നത് നമുക്ക് ക്ലോത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുകൊണ്ട് ഞാൻ ചെറിയൊരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്ക് ഭാഗത്തും പിന്നെ ഫ്ലവറിൻ്റെ ഉള്ളിലും. ഇത് നമുക്കൊരു ബോട്ടിൽ ലാമ്പായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.